ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 12. ദുരന്തത്താൽ വലിച്ചടുപ്പിക്കപ്പെട്ടത്. യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം. 1717 വിനാശകാരിയായ ഒരു കൊടുങ്കാറ്റ് ദിവസങ്ങളോളം ആഞ്ഞടിച്ചു. ഇത് വടക്കൻ യൂറോപ്പിൽ വ്യാപകമായ വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചു. നെതർലൻഡ്സ്, ജർമ്മനി, ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരു പ്രാദേശിക ഗവൺമെന്റിന്റെ താൽപര്യജനകവും അക്കാലത്ത് പതിവുള്ളതുമായ ഒരു പ്രതികരണം ചരിത്രം വെളിപ്പെടുത്തുന്നു. ഡച്ച് നഗരമായ ഗ്രോണിങ്ങിന്റെ പ്രവിശ്യ അധികാരികൾ ദുരന്തത്തോടുള്ള പ്രതികരണമായി പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തു. ജനങ്ങൾ പള്ളിയിൽ ഒന്നിച്ചു കൂടുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും സങ്കീർത്തനങ്ങൾ ആലപിക്കുകയും മണിക്കൂറോളം പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് ഒരു ചരിത്രകാരൻ റിപ്പോർട്ട് ചെയ്യുന്നു. യഹൂദയിലെ ജനങ്ങൾ അഭിമുഖീകരിച്ചതും അവരെ പ്രാർത്ഥനയിലേക്ക് നയിച്ചതുമായ ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച് യോവേൽ പ്രവാചകൻ വിവരിക്കുന്നു. വെട്ടുക്കിളികളുടെ ഒരു വലിയ കൂട്ടം നിലത്തെ മൂടുകയും മുന്തിരിവള്ളിയെ ശൂന്യമാക്കി അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. അവനും അവന്റെ ആളുകളും നാശത്തിൽ നട്ടം തിരിയുമ്പോൾ യോവേൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യക്ഷമായും പരോക്ഷമായും വടക്കൻ യൂറോപ്പിലെയും യഹൂദ്യയിലെയും ആളുകൾ പാപത്തിൻ്റെയും ഈ വീണുപോയ ലോകത്തിൻ്റെയും ഫലമായി ഉത്ഭവിച്ച ദുരന്തങ്ങൾ അനുഭവിച്ചു. എന്നാൽ ഈ സമയങ്ങൾ ദൈവത്തെ വിളിക്കാനും പ്രാർത്ഥനയിൽ ദൈവത്തെ അന്വേഷിപ്പാനും അവരെ പ്രേരിപ്പിച്ചതായും അവർ കണ്ടെത്തി. ദൈവം പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും എങ്കിലേക്ക് തിരിയുവീൻ. ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും നാം നേരിടുമ്പോൾ നമുക്ക് ദൈവത്തിലേക്ക് തിരിയാം. ഒരു പക്ഷേ വേദനയിൽ, ഒരു പക്ഷേ മാനസാന്തരത്തിൽ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവം നമ്മെ തന്നിലേക്ക് അടുപ്പിക്കുന്നു. നമുക്കാവശ്യമായ ആശ്വാസവും സഹായവും നൽകുന്നു. ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ആളുകൾ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിലേക്ക് തിരിയുന്നത്? നമ്മെ തന്നിലേക്ക് ആകർഷിക്കാൻ പ്രയാസകരമായ സമയങ്ങളെ ദൈവത്തിന് എങ്ങനെ ഉപയോഗിക്കാനാകും? ദൈവത്തിന് മഹത്വം.